ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ തുച്ഛമായ ഒരു 20 രൂപയുടെ കേസുള്ളൂ കേട്ടോ. ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വീട്ടിൽ എവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ലക്ഷറി ലുക്ക് തന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ കൊടുത്ത് വെക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് മസ്റ്റായിട്ടും കാണേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വൈറ്റ് സിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് വൈറ്റ് സിമെൻ്റ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. അപ്പം വൈറ്റ് സിമെൻറ്റിന് ആകെ ഒരു 30 അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ കേട്ടോ. 30 രൂപയുടെ കേസേ ഉള്ളൂ. ആ ഒരു 30 രൂപയുടെ പിന്നെ നമ്മൾ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെള്ളം കൂടി ചേർത്താൽ സംഭവം സെറ്റാണ്. അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം അങ്ങോട്ട് കൂടാൻ പാടില്ല, അതേപോലെ തന്നെ വെള്ളം കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് ചേർക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് തിക്കാവും വേണ്ട, ഒരുപാട് ലൂസാവാനും വേണ്ട കേട്ടോ. കുറച്ചൊന്നും തിക്കിലുണ്ടായിക്കോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മിക്സും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട, നമ്മളത് അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആയിരിക്കണം കേട്ടോ. കുപ്പി കാര്യങ്ങളൊന്നും എടുക്കേണ്ട, തകര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ പ്ലാസ്റ്റിക്കിൽ നമ്മൾ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കളറൊന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ കൂടി ചേർക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ കളർ ഈ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാത്രത്തിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ സൈഡിലായിട്ടൊരു ഗ്രീൻ കളറിലുള്ളൊരു കളർ ഞാൻ ആഡ് ചെയ്തത്. അതൊരു ഓപ്ഷനൽ മാത്രമാണ് കേട്ടോ. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ്. അതിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി കുറച്ച് അതിൽ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ മണൽ ചേർക്കുക ചെയ്തിട്ട് ആ കുപ്പി ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് നമുക്കൊരു മാറ്റി വെക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നമ്മൾ കണ്ടെയ്നർ ബോക്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ ഇതേപോലെ മേക്കൊക്കെ നന്നായിട്ട് ചേർത്തതിന് ശേഷം ഈ ബാക്കി വന്ന ബാറ്ററിൽ ഒരു യെല്ലോ കളർ ഷെയ്ഡിൽ കൊടുത്തുകൊണ്ട് അതും നമ്മൾ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല. അപ്പം ഞാൻ ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാല്, നമ്മൾ ഈ ടേബിളിന് കാല് സെറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണമാണ് നമുക്ക് ആ ടേബിൾ നിൽക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കാല് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, ഈ കോയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അതിൻ്റെ എന്തെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ടൊരു എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ അത് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു താങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മാക്സിമം നമുക്ക് ഒരു 24 മണിക്കൂറോളം നമുക്ക് വെക്കാം കേട്ടോ. ഒരു ദിവസം ഇപ്പോൾ ഒരു രാത്രിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്തോട് നേരം വെക്കാം കേട്ടോ, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ എടുത്ത് നോക്കുക കാണുന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു 24 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് സെറ്റ് ആയിക്കണം നോക്കണത്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ ബാറ്ററൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. ഇതിലുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ഇറക്കി വെച്ചിട്ടുള്ള കുപ്പിയിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത്, എന്നാലേ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ടേബിളും സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ഇത് നമുക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ജസ്റ്റ് അതിന് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് ഒരു 2 ദിവസം പോലെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതും കൂടി ചെയ്യട്ടോ. അതിനുശേഷം നമ്മുടെ ലിവിങ്ങിലോ അതേപോലെ തന്നെ നമുക്ക് പുറത്തോ ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഒരു ലക്ഷറി ലുക്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.